ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ഈ ഫ്രീ കോഴ്സിലെ അവസാനത്തെ ലെസൺ ആണിത്. അതുകൊണ്ട് തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബിഗിനേഴ്സിന് മാത്രമല്ല, ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയി സംസാരിക്കുന്നവർക്കും ഇത് ഒരേപോലെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ഈ ഒരു കോഴ്സിൽ പല തരത്തിലുള്ള സെന്റൻസസ് ഉണ്ടാക്കാനും പറയാനും എല്ലാം പഠിച്ചല്ലോ. ഇതൊക്കെ ആണെങ്കിലും ഇംഗ്ലീഷ് നിങ്ങൾ ഫ്ലുവൻ്റ് ആയി സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും, ഇംഗ്ലീഷിൽ എന്തെങ്കിലും പറയുമ്പോൾ കേൾക്കുന്നവര് നിങ്ങളോട് അത് മനസ്സിലായില്ല, ഒന്നുകൂടെ പറയാമോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, റിപ്പീറ്റഡ് ആയിട്ട് ആരെങ്കിലും നിങ്ങളോട് "Can you say that again please" എന്നൊക്കെ പറയേണ്ടി വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ പറയുന്നതിൽ എന്തോ ഒരു ശരികേടുണ്ടെന്നാണ്, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സംശയമാകാൻ തുടങ്ങും. നമ്മൾ പറയുന്നതിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങും. അപ്പൊ എന്ത് സംഭവിക്കും? നിങ്ങൾ ഇത് പിന്നീട് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചാണ് പറയുക, ഇങ്ങനെയാണോ പറയേണ്ടത് എന്നൊക്കെ ഒരു സംശയത്തോടെയാണ് പറയുക. അത് നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസിനെ ബാധിക്കും. ഇത് സംഭവിക്കരുതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ പ്രൊനൗൺസിയേഷൻ ശരിയാക്കണം, അല്ലെ? ഉച്ചാരണം ശരിയാക്കണം. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇന്നത്തെ ലെസണിൽ മുഴുവൻ ഞാൻ വലിയ വാക്കുകളുണ്ടല്ലോ ഇംഗ്ലീഷിലുള്ള, അങ്ങനെയുള്ള ലോങ് വേർഡ്സിന്റെ ഉച്ചാരണമാണ് പറയാൻ പോകുന്നതെന്ന്. അല്ല, ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്ന, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചെറിയ വാക്കുകളില്ലേ, വളരെ ഷോർട്ട് ആയിട്ടുള്ള കുറെ വേർഡ്സ് ഇല്ലേ, അവിടെയാണ് നമ്മൾ ഉച്ചാരണം ശരിയാക്കി തുടങ്ങേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ ശരിയായ രീതിയിൽ പ്രൊനൗൺസ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന രണ്ട് വളരെ പ്രധാനപ്പെട്ട ടെക്നീക്സ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പൊ ഇവിടെ ഞാൻ ആ ഷെയർ ചെയ്യുന്ന ടിപ്സ് എന്ന് പറയുന്നത് രണ്ടെണ്ണേ ഉള്ളൂ. പക്ഷെ അത് ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെയുള്ള ഒരുപാട് ഷോർട്ട് വേർഡ്സ്, അതുപോലെ ആ ഷോർട്ട് വേർഡ്സ് വരുന്ന തരം സെന്റൻസസ് നമ്മൾ ഒരുമിച്ച് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യും. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ടിപ്പ് ഷെയർ ചെയ്യുന്നതിന് മുൻപ് ഞാനൊരു കാര്യം ഒന്ന് വ്യക്തമാക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ ഇംഗ്ലീഷിൽ ഒരുപാട് ഷോർട്ട് വേർഡ്സ് ഉണ്ട്, അതിൻ്റെയാണ് ഉച്ചാരണം നമ്മൾ നോക്കാൻ പോകുന്നതെന്ന്. ഈ ഷോർട്ട് വേർഡ്സ് എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയാമോ? ഇംഗ്ലീഷിൽ നമുക്കൊരു സെന്റൻസ് പറയണമെങ്കിൽ നമ്മൾ പോലും അറിയാതെ ഗ്രാമറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ആം, ഇസ്, ആർ, വാസ്, were, do, have. അതുപോലെ ആർട്ടിക്കിൾസ് ഉണ്ടല്ലോ. ഏതാണ് ആർട്ടിക്കിൾസ്? എ, ആൻ, ദി, പിന്നെ ടു, ഫോർ, ആൻഡ്. ഇങ്ങനെയുള്ള ഒരുപാട് വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറില്ലേ? ഈ വാക്കുകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ടിപ്പ്. യൂസ് ദ വീക്ക് ഫോംസ്. എന്തുകൊണ്ടാണ് ഞാനിവിടെ യൂസ് ദ വീക്ക് ഫോംസ് എന്ന് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് ഈ വീക്ക് ഫോം എന്ന് പറയുന്നത്? ഇംഗ്ലീഷിൽ നമ്മൾ ഇപ്പൊ പറഞ്ഞതുപോലെയുള്ള ഷോർട്ട് വേർഡ്സിനെല്ലാം തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഇതിനെല്ലാം രണ്ട് തരത്തിലുള്ള, ചിലപ്പോൾ അതിൽ കൂടുതൽ ഉച്ചാരണങ്ങളുണ്ട്. നമുക്ക് ആദ്യം ഇംഗ്ലീഷിലെ ഏറ്റവും ചെറിയ വാക്ക് വെച്ച് തന്നെ തുടങ്ങാം. നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ അത്. ഈ വാക്ക് നമ്മൾ ഒരുപാട് തവണ യൂസ് ചെയ്യുന്നതല്ലേ. അപ്പൊ ഇതിനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് തരത്തിലുള്ള ഉച്ചാരണങ്ങളുണ്ട്. ഒന്ന് വളരെ സ്ട്രോങ് ആയ ഒരു ഫോം, രണ്ടാമത്തത് വീക്കായ ഒരു ഉച്ചാരണ രീതിയും ഉണ്ട്. അപ്പൊ ഇതിന്റെ സ്ട്രോങ് ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് നമ്മളിത് ഉച്ചരിക്കുന്നത് എയ് എന്നാണ്. ഈ വാക്ക് എങ്ങനെയാ പറയുന്നതെന്ന് ചോദിച്ചാൽ എയ് എന്ന് പറയും നമ്മൾ, അതാണ് അതിന്റെ സ്ട്രോങ് ഫോം. പക്ഷേ ഇതൊരു സെന്റൻസിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഇത് എയ് എന്ന് ഉച്ചരിക്കില്ല. ഇപ്പോ എനിക്ക് പറയണമെന്നിരിക്കട്ടെ, എനിക്കൊരു പേന വേണം. നമ്മളത് ഇംഗ്ലീഷിൽ ഇങ്ങനെയല്ലേ പറയുക? ഇതെങ്ങനെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക? I need a pen. I need a pen അല്ല, I need a pen. എന്തുകൊണ്ടാണ് അവിടെ എ എന്ന് വന്നതെന്ന് മനസ്സിലായോ? ഈ ഒരു സെന്റൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ ഏതൊക്കെയാണ്? എനിക്കൊരു പേന വേണം, I need, എനിക്ക് വേണം. ആ ഒരു വേർബ് വേണം എന്ന് പറഞ്ഞ ആ നീഡ് എന്ന് പറയുന്ന വേർബ് ഒരു പ്രധാനപ്പെട്ട വാക്കാണ്. എന്താണ് വേണ്ടത്? പെൻ. അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാക്കാണ്. പക്ഷേ ഒരു പേന എന്ന അർത്ഥത്തിൽ പറയുന്ന ആ എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേർഡ് അല്ല. അതുകൊണ്ട് അവിടെ നമ്മൾ ഒട്ടും സ്ട്രെസ് കൊണ്ടുവരാതെ ആ ഒരു വീക്ക് ഫോം യൂസ് ചെയ്ത് പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് അവിടെ ഐ നീഡ് എ പെൻ എന്ന് പറയാത്തത്. ഐ നീഡ് എ പെൻ എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ മനസ്സിലായോ? പിന്നെ എങ്ങനെയാണ് ഈ എ എന്നും എന്നും പറയുന്നതെന്നാണ് ഞാൻ ഇവിടെ ഈ ഒരു ഫൊണറ്റിക് സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അത് അറിയില്ല എന്ന് വെച്ചാൽ നിങ്ങൾ ഒട്ടും അതിനെപ്പറ്റി ഒട്ടും ബോധേഡാവേണ്ട കാര്യമില്ല. ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ അതിന്റെ സ്ട്രോങ് ഫോം എ ആണ്, വീക്ക് ഫോം ആണ്. ആ എന്നെങ്ങനെയാ പറയുന്നതെന്ന് മനസ്സിലായോ? ആദ്യം ഞാൻ എ എന്ന് പറഞ്ഞപ്പോൾ
എന്റെ ചുണ്ടുകൾ, വായ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്താണ് പിടിക്കുന്നത്, ഇത് പരത്തിയാണ് പിടിച്ചത് അല്ലെ, എ. പക്ഷെ എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ മൗത്ത്, എന്റെ വായ വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് പിടിക്കുന്നത്. അതുപോലെ തന്നെ നാവും മേലെയും അല്ല താഴെയും അല്ലാത്ത രീതിയിലാണ് ഞാൻ നാവും കൊണ്ടുവന്നിരിക്കുന്നത്. അതിന്റെ കൂടെ ഞാനൊരു ശബ്ദം കൂടെ ഉണ്ടാക്കുന്നുണ്ടെന്നേ ഉള്ളൂ, അത് പറയാൻ നിങ്ങൾ പലതവണ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തെടുക്കണം. കാരണം ഒരുപാട് ആവശ്യമുള്ള ഒരു സ്വരം ആണ് ഈ എന്ന് പറയുന്നത്. ഇനി ഇത് ഉപയോഗിച്ചാൽ വേറൊരു സെന്റൻസ് പറയാം. അവളൊരു ഡോക്ടറാണ്. എങ്ങനെ പറയും? പറഞ്ഞു നോക്കൂ. ഷീസ് എ ഡോക്ടർ. ഷീസ് എ ഡോക്ടർ. ഷീസ് എ ഡോക്ടർ. അവിടെ ഡോക്ടർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാക്ക്. എ ഡോക്ടർ എന്ന് പറയണ്ട, ഷീസ് എ ഡോക്ടർ. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. ഇനി ഇതേപോലെ അടുത്ത ഒരു ചെറിയ വാക്ക് നമുക്ക് നോക്കാം. ആൻ. ഞാൻ ഇവിടെ പറഞ്ഞത് അതിന്റെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊനൗൺസിയേഷൻ ആണ്, ആൻ. എപ്പോഴാണ് നമ്മൾ ഈ ആൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതെന്ന് അറിയാമല്ലോ. അത് കഴിഞ്ഞു വരുന്ന വാക്ക് തുടങ്ങുന്നത് ഏതെങ്കിലും ഒരു സ്വരാക്ഷരത്തിലാണെങ്കിൽ അവിടെ നമ്മൾ ആൻ എന്ന വാക്കാണ് യൂസ് ചെയ്യുക അല്ലെ. അപ്പൊ ആൻ ആപ്പിൾ എന്ന് പറയും, ആപ്പിൾ എന്ന് പറയില്ലല്ലോ, ആൻ എന്നല്ലേ പറയുള്ളൂ. പക്ഷെ ഇതും ഈ ആൻ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഉച്ചാരണ രീതിയാണ്. അതിന്റെ വീക്ക് ഫോം ഇങ്ങനെയാണ് നമ്മൾ പറയുക, എൻ, എൻ. അപ്പൊ ഈ ഒരു സെന്റൻസ് നോക്കൂ. അവൻ ഒരു ആപ്പിൾ കഴിച്ചു. എങ്ങനെ പറയും? ഹി ate an apple. He ate an apple. He ate an apple ഇല്ല, he ate an apple. എനിക്കൊരു ഐഡിയ ഉണ്ട്. I have an idea. I have an idea. an idea ഇല്ല, I have an idea. മനസ്സിലായോ? അപ്പോ ഇങ്ങനെ സെന്റൻസിന്റെ ഭാഗമായിട്ട് വരുമ്പോ നമ്മൾ ആൻ എന്ന് പറയില്ല. ആ വാക്കിനെ കുറിച്ച് പറയാൻ, ആ വാക്കിനെ കുറിച്ച് ആരെങ്കിലും പഠിപ്പിക്കേണ്ടി വരുമ്പോ നമ്മൾ ആൻ എന്ന് പറയും. സെന്റൻസിന്റെ ഭാഗമാവുമ്പോ എൻ മതി. അപ്പൊ നമ്മള് എ കണ്ടു, ആൻ കണ്ടു. അടുത്ത വാക്ക് അതേപോലെ തന്നെയുള്ള ഒരു ആർട്ടിക്കിൾ ആണ് ഇത്. ഇതിന്റെ സ്ട്രോങ് ഫോം എന്ന് പറയുന്നത് ദി ആണ്, ദി. പക്ഷേ ഇത് സെന്റൻസിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഒരിക്കലും നമ്മളിങ്ങനെ നീട്ടി ദി എന്ന് പറയില്ല. ഇതിന് പക്ഷെ രണ്ട് വീക്ക് ഫോംസ് ഉണ്ട്. ഒന്ന് ദി, മറ്റത് ദ. മനസ്സിലായോ? എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ എനിക്ക് പറയണം, വാതില് തുറന്നു കിടക്കുന്നുണ്ട്, വാതില് ഓപ്പൺ ആണ് എന്ന് പറയണമെങ്കിൽ ദ ഡോർ ഇസ് ഓപ്പൺ. ദ ഡോർ, ദ ഡോർ ഇസ് ഓപ്പൺ. അവിടെ ദ ഡോർ എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ആ ദ കഴിഞ്ഞ് വന്ന വാക്ക് ഡോർ എന്ന് പറയുന്നത് ഡി വെച്ചാണ് തുടങ്ങിയത് അല്ലെ. അതൊരു സ്വരാക്ഷരം വെച്ചല്ല തുടങ്ങുന്നത്. അതായത് എ, ഇ, ഐ, ഒ, യു ഒന്നും വെച്ചല്ല തുടങ്ങിയത്, ഡി വെച്ച് തുടങ്ങിയത് കൊണ്ട് അതൊരു കോൺസണന്റ് ആയതുകൊണ്ട് നമ്മൾ പറയുന്നത് ദ ഡോർ എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള വാക്കുകൾ വരുമ്പോ ദ ടേബിൾ, ദ ബുക്ക്, അവിടെ എല്ലാം ദ ആണ് വരിക. ഓക്കെ. ഇനി അടുത്തത് നോക്കൂ. ബോയ്സ് കളിക്കുകയാണ്. ദ ബോയ്സ് ആർ പ്ലേയിങ്. ദ ബോയ്സ്, അവിടെ ദി അല്ല വന്നേ, ദ ബോയ്സ്, ദ ബോയ്സ് ആർ പ്ലേയിങ്. പക്ഷെ ആപ്പിളിന് മധുരം ഉണ്ട് എന്ന് എനിക്ക് പറയണമെന്നിരിക്കട്ടെ. അപ്പോ ദി ആപ്പിൾ ഇസ് സ്വീറ്റ്. ദി ആപ്പിൾ, കാരണം അവിടെ ദി കഴിഞ്ഞു വന്നത് ആപ്പിൾ ആണ്. അത് എ വെച്ചാണ് തുടങ്ങുന്നത് അല്ലെ. മുൻപ് നമ്മൾ ആപ്പിളിന് മുൻപില് ആൻ യൂസ് ചെയ്തില്ലേ, അതേപോലെ ഈ ദി യൂസ് ചെയ്യേണ്ടി വരുമ്പോ അവിടെ ആപ്പിൾ എ വെച്ച് തുടങ്ങുന്നത് കൊണ്ട് അവിടെ ദ ആപ്പിൾ അല്ല ദി ആപ്പിൾ എന്ന് പറയണം. മനസ്സിലായോ? അപ്പൊ ദന് ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഉച്ചാരണം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. വീക്ക് ഫോം തന്നെ ഇതുപോലെയുള്ള സ്വരാക്ഷരങ്ങൾ വെച്ച് തുടങ്ങുന്ന വാക്കുകൾക്ക് മുൻപിൽ ദി വരും. ദി ആപ്പിൾ ഇസ് സ്വീറ്റ്. ഇനി അടുത്ത സെന്റൻസ് നോക്കൂ. ആപ്പിള് ഫ്രിഡ്ജിൽ ഉണ്ടെന്നാണ് എനിക്ക് പറയേണ്ടത്. അപ്പൊ ഇംഗ്ലീഷിൽ ഇങ്ങനെയാ വരിക, ദി ആപ്പിൾ ഇസ് ഇൻ ദ ഫ്രിഡ്ജ്. മനസ്സിലായോ? ആദ്യത്തത് ഞാൻ പറഞ്ഞത് ദി ആപ്പിൾ, ആപ്പിളിന് മുൻപിൽ ദി. ദി ആപ്പിൾ ഇസ് ഇൻ ദ ഫ്രിഡ്ജ്. അവിടെ ദ കഴിഞ്ഞ് വന്നത് ഫ്രിഡ്ജ് ആണ്. അത് എഫ് വെച്ചാണ് തുടങ്ങിയത് അല്ലെ. ആ ആദ്യത്തെ ലെറ്റർ, ആദ്യത്തെ സ്വരം എഫ് ആണ്, അത് സ്വരാക്ഷരം അല്ല. അതുകൊണ്ട് ദ ഫ്രിഡ്ജ്. അപ്പൊ ഒരേ സെന്റൻസിൽ രണ്ട് തരത്തില് ദ ഉച്ചരിക്കുന്നത് നിങ്ങൾ കണ്ടോ? ദി ആപ്പിൾ ഇസ് ഇൻ ദ ഫ്രിഡ്ജ്. ഇനി പല തരത്തിലുള്ള പ്രെപ്പോസിഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ. എന്ന് വെച്ചാൽ ഇപ്പോ ടേബിളിന് മേലെയാണ് ബുക്ക് എന്ന് പറയാൻ ദ ബുക്ക് ഇസ് ഓൺ ദ ടേബിൾ എന്ന് പറയും. അപ്പൊ ഓൺ ഒരു പ്രെപ്പോസിഷൻ ആണ്. അതുപോലെയുള്ള ഒരുപാട് പ്രെപ്പോസിഷൻസ് ഉണ്ട്. ഇപ്പോ ഫോർ, ഓഫ്, ഇതെല്ലാം പ്രെപ്പോസിഷൻസ് ആണ്. ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം അവിടെ ആ ഒരു ഗ്രാമറിന്റെ ഉപയോഗത്തിനാണല്ലോ നമ്മളിത് യൂസ് ചെയ്യുന്നത്.
അതിനുമെല്ലാം ഒന്നിലധികം പ്രൊനൗൺസിയേഷൻസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. സെന്റൻസിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ആ വീക്ക് ആയിട്ടുള്ള ഉച്ചാരണം തന്നെ കൊണ്ടുവരണം. അപ്പൊ ഈ ഒരു വാക്ക് നോക്കൂ, ഫോ. ഇത് നമ്മൾ ശരിയായ രീതിയിൽ സ്ട്രോങ് ആയിട്ട് ഉച്ചരിക്കുന്നത് ഫോ എന്നാണ്. പക്ഷെ സെന്റൻസിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ അങ്ങനെയല്ല പറയുക. അപ്പൊ എനിക്ക് പറയണം, ഇത് നമുക്കുള്ളതാണ്. അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ദാ ഇങ്ങനെ. എങ്ങനെ ഇത് പറയുന്നത്, ഉച്ചരിക്കുന്നത് എങ്ങനെയാണ്? ദിസ് ഇസ് ഫോർ അസ്, ദിസ് ഇസ് ഫോർ അസ്, ദിസ് ഇസ് ഫോർ അസ് വേണ്ട, ദിസ് ഇസ് ഫോർ അസ്. ഫോർ എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പൊ ഈ ഫോർ എന്ന് പറഞ്ഞ ആ ഒരു വാക്കിന്റെ വീക്ക് ആയിട്ടുള്ള ഉച്ചാരണം ഫ ആണ്. ഫ അത്രേ ഉള്ളൂ. ദിസ് ഇസ് ഫോർ അസ്. മനസ്സിലായോ? ആ ഫോർ അസ്, അതിനിടയ്ക്ക് നമ്മളത് ജോയിൻ ചെയ്യാൻ വേണ്ടി ആ ആർ സൗണ്ട് അവിടെ കൊണ്ടുവന്നേ ഉള്ളൂ. ദിസ് ഇസ് ഫോർ അസ്. മനസ്സിലായല്ലോ? ദിസ് ഇസ് ഫോർ അസ് എന്ന് പറയില്ല, ദിസ് ഇസ് ഫോർ അസ്. ഇനി അടുത്ത സെന്റൻസ് നോക്കൂ, ഇത് നിനക്ക് നല്ലതാണ്. ഇറ്റ്സ് ഗുഡ് ഫോർ യു. ഇറ്റ്സ് ഗുഡ് ഫോർ യു. ഇറ്റ്സ് ഗുഡ് ഫോർ യു അല്ല, ഇറ്റ്സ് ഗുഡ് ഫോർ യു. ഫോർ യു. മനസ്സിലായല്ലോ? ആ ഒരു വീക്ക് പ്രൊനൗൺസിയേഷൻ കൊണ്ടുവന്നാൽ മതി അവിടെ. ഇറ്റ്സ് ഗുഡ് ഫോർ യു. അടുത്ത വാക്ക് നോക്കൂ, ഇതൊരു ചെറിയ വാക്കാണ്, TO. പക്ഷെ ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് അതിന്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഉച്ചാരണ രീതി ടു ആണ്. ടു. പക്ഷെ ഇതിനും രണ്ട് തരത്തിലുള്ള വീക്ക് ഫോംസ് ഉണ്ട്. ഒന്ന് ടു, ശരിക്കുള്ള സ്ട്രോങ് ആയിട്ടുള്ള രീതി ടു ആണല്ലോ, ഇത് ടു അല്ലെങ്കിൽ ട്. എപ്പോഴാണ് ഇതിങ്ങനെ വ്യത്യാസപ്പെടുത്തി ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ സെന്റൻസ് നോക്കൂ, ഞാൻ പറയുന്നത് കേൾക്കൂ, ശ്രദ്ധിക്കൂ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതെങ്ങനെ പറയുന്നേ? ലിസൺ ടു മീ. ലിസൺ ടു മീ അല്ല, ലിസൺ ടു മീ. ടു മീ, ടു മാത്രമാണ് ഞാൻ പറയുന്നത്. ലിസൺ ടു മീ. ആ ടു കഴിഞ്ഞ് അവിടെ വരുന്നത് മീ എന്ന വാക്കാണ് അല്ലെ? ആ വാക്ക് തുടങ്ങുന്നത് എം വെച്ചാണ്. അതായത് ഒരു സ്വരാക്ഷരം അല്ലല്ലോ അവിടെ വരുന്നത്. AEIOU ഒന്നും അല്ലല്ലോ ആ മീൽ ആദ്യത്തെ അക്ഷരമായിട്ട് വരുന്നത് അല്ലെങ്കിൽ സ്വരമായിട്ട് വരുന്നത്. അവിടെ നമ്മൾ ടു എന്ന് പറയും. ലിസൺ ടു മീ. മനസ്സിലായോ? അടുത്ത സെന്റൻസ് നോക്കൂ, അവൾക്ക് പുറത്തു പോകണം. ഷി വാണ്ട്സ് ടു ഗോ ഔട്ട്. ഷി വാണ്ട്സ് ടു ഗോ ഔട്ട്. ടു കഴിഞ്ഞു വന്നത് ഗോ എന്ന വാക്കാണ്. അവിടെയും ഗോ, ഗ എന്നാണ് വരുന്നത് അല്ലെ? അവിടെ AEIOU ഒന്നും വന്നില്ല. അപ്പൊ എന്താ പറയുന്നേ? ഷി വാണ്ട്സ് ടു ഗോ ഔട്ട്. ഷി വാണ്ട്സ് ടു ഗോ ഔട്ട്. പക്ഷെ അടുത്ത് നോക്കൂ, അവൾക്ക് കഴിക്കണം. അതെങ്ങനെ പറയും? ഷി വാണ്ട്സ് ടു ഈറ്റ്. അവിടെയും ഷി വാണ്ട്സ് ടു ഈറ്റ് ഇല്ല, സ്ട്രോങ് ഫോം ടു ആണല്ലോ, അത് വേണ്ട. ഷി വാണ്ട്സ് ടു ഈറ്റ്. കാരണം അവിടെ ഈറ്റ് അതൊരു സ്വരാക്ഷരം വെച്ചാണ് വന്നത്. അപ്പൊ അവിടെ ഇ എന്ന് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഷി വാണ്ട്സ് ടു ഈറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ ആ ടു എന്ന വാക്ക് കഴിഞ്ഞ് വരുന്നത് ഒരു സ്വരാക്ഷരം വെച്ച് തുടങ്ങുന്ന ഒരു വാക്കാണെങ്കിൽ അവിടെ നമ്മൾ ടു എന്ന് പറയും. ഷി വാണ്ട്സ് ടു ഈറ്റ്. നേരെ മറിച്ച് ആ ടു കഴിഞ്ഞ് വരുന്നത് ഒരു കോൺസണന്റ് വെച്ച് തുടങ്ങുന്ന, അതായത് ഒരു വ്യഞ്ജനം AEIOU അല്ലാത്ത ഏതെങ്കിലും ഒരു സ്വരം വെച്ച് തുടങ്ങുന്ന, അക്ഷരം വെച്ച് തുടങ്ങുന്ന തരം വാക്കാണെങ്കിൽ അവിടെ നമ്മൾ ടു പറഞ്ഞാൽ മതി. ഷി വാണ്ട്സ് ടു ഗോ ഔട്ട്, ഷി വാണ്ട്സ് ടു ഈറ്റ്. അപ്പൊ എന്തോ തന്നെ വന്നാലും ഷി വാണ്ട്സ് ടു എന്ന് അവിടെ സ്ട്രോങ് ആയിട്ട് അത് ഉച്ചരിക്കരുത്. ഇനിയും നമ്മൾ കുറച്ച് ചെറിയ വാക്കുകൾ തന്നെയാണ് കാണുന്നത്. പക്ഷെ അതെല്ലാം വേർബ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ പെടുന്ന തരം വാക്കുകളാണ്. ആദ്യത്തേത് നോക്കൂ, ഇതിന്റെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊനൗൺസിയേഷൻ ആം ആണ്. ആം. പക്ഷെ അത് വീക്കായിട്ട് ഉപയോഗിക്കുന്നത് എം എന്നാണ്. ഇപ്പൊ എനിക്ക് പറയണം, ഞാൻ റെഡി ആണ്, ഞാൻ തയ്യാറാണ്. എന്ത് പറയും? ഐ എം റെഡി. ഐ ആം റെഡി വേണ്ട, ഐ എം റെഡി. അപ്പൊ ചിലപ്പോൾ നമ്മൾ ഇതിന്റെ ആ ഒരു കൺട്രാക്ഷൻ യൂസ് ചെയ്യാറില്ലേ, I'' എഴുതിയിട്ട്. അപ്പൊ അവിടെ നമ്മൾ ഐ എം എന്ന് പറയും, ഐ എം റെഡി. ഇത് ഈ കൺട്രാക്ഷൻ ഇല്ലാതെ തന്നെ നമുക്കിത് പറയാം, ഐ എം റെഡി. അവിടെ എം എന്നാണ് വരുന്നത്. ആം എന്ന് നമ്മൾ നീട്ടി പറയുന്നില്ല. അടുത്ത സെന്റൻസ് നോക്കൂ, ഐ എം ലിസ്ണിംഗ് ടു യു. ഐ എം ലിസ്ണിംഗ് ടു യു. മുൻപ് നമ്മൾ ടു ഷോർട്ടൻ ചെയ്ത് പറയുന്നത് എങ്ങനെയാന്ന് കണ്ടില്ലേ? ആ വീക്ക് ഫോം അതും ഞാനിവിടെ യൂസ് ചെയ്തു. ഐ എം ലിസ്ണിംഗ് ടു യു. മനസ്സിലായോ? ഐ എം ലിസ്ണിംഗ് ടു യു. ഇനി അടുത്ത വേർബ് ARE. ഇതിന്റെ സ്ട്രോങ് ഫോം ആർ ആണ്, പക്ഷെ ഇതിന്റെ വീക്ക് ഫോം മാത്രമാണ്. അപ്പോ ഇതാണ് എനിക്ക് പറയേണ്ടത്. എങ്ങനെയാ പറയാത്? ഈ വീക്ക് ഫോം യൂസ് ചെയ്തിട്ട് ഹൗ ആർ യു മതി.
ഹൗ ആർ യു വേണ്ട, ഹൗ ആർ യു, ഹൗ ആർ യു, മനസ്സിലായോ? ആണ് വന്നത്, ഹൗ ആർ യു. അതുപോലെ ലൈറ്റ്സ് എല്ലാം ഓഫ് ആണെന്ന് പറയാൻ ഇതാ ഈ സെന്റൻസ് എങ്ങനെ പറയും? ദ ലൈറ്റ്സ് ആർ ഓഫ്. ദ ലൈറ്റ്സ് ആർ ഓഫ് വേണ്ട, ദ ലൈറ്റ്സ് ആർ ഓഫ്. പക്ഷെ കഴിഞ്ഞിട്ട് ഓഫ്, ഓ വെച്ചല്ലേ വന്നത്, ആ സ്വരമല്ലേ ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് കണക്ട് ചെയ്യാൻ, ലിങ്ക് ചെയ്യാൻ നമ്മൾ ആർ കൊണ്ടുവന്നത്. ദ ലൈറ്റ്സ് ആർ ഓഫ്. അവിടെയും ദ ലൈറ്റ്സ് ആർ ഓഫ് വേണ്ട, ദ ലൈറ്റ്സ് ആർ ഓഫ്. മനസ്സിലായല്ലോ? ഷോർട്ട് ആയിട്ടുള്ള ആ ഒരു വീക്ക് ആയിട്ടുള്ള ഫോം ആണ് യൂസ് ചെയ്യുക. ഇനി അടുത്ത വേർബ് ദൈ കാണുന്നതാണ്. ഇതിന്റെ സ്ട്രോങ് ഫോം എന്ന് പറയുന്നത് വാസ് ആണ്, വാസ്. പക്ഷെ അതിന്റെ വീക്ക് ഫോം വസ് മാത്രമാണ്, വസ്. അപ്പൊ എനിക്ക് പറയേണ്ടത് ദിവസം മുഴുവനും മഴ പെയ്യായിരുന്നു. എങ്ങനെ ഇത് ഉച്ചരിക്കുക എന്ന് ആലോചിച്ച് നോക്കൂ. ഇറ്റ് വാസ് റെയിനിങ് ഓൾ ഡേ. ഇറ്റ് വാസ് റെയിനിങ്, ഇറ്റ് വാസ് റെയിനിങ് അല്ല, ഇറ്റ് വാസ് റെയിനിങ് ഓൾ ഡേ. അവള് ലേറ്റ് ആയി, ഷി വാസ് ലേറ്റ്. ഷി വാസ് ലേറ്റ് അല്ല, ഷി വാസ് ലേറ്റ്, വാസ്. മനസ്സിലായോ? ഷി വാസ് ലേറ്റ്. വാസ് പോലെ അടുത്ത വേർബ് were. ഇതിന്റെ സ്ട്രോങ് ഫോം ആണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ, were. പക്ഷെ ഇതിന്റെ വീക്ക് ഫോം were ആണ്, were മാത്രം. മനസ്സിലായോ? were. അപ്പോ എനിക്ക് ചോദിക്കേണ്ടത്, നീ എവിടെയായിരുന്നു? Where were you? Where were you? Where were you ഇല്ല, where were you? Where were you? Were. Where were you? അവര് ഉറങ്ങുകയായിരുന്നു. They were sleeping. They were sleeping. They were sleeping അല്ല. അതിപ്പോ ഒരാളെ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ ഓരോ വാക്കായിട്ട് പറയുമ്പോൾ നമ്മളിങ്ങനെ നീളത്തിൽ പറയുമായിരിക്കും. പക്ഷെ സാധാരണ സംസാരിക്കുമ്പോൾ ആ വീക്ക് ഫോം യൂസ് ചെയ്താൽ മതി. They were sleeping. ഈ വേർബ് നോക്കൂ, do. ഇതിന്റെ സ്ട്രോങ് ആയിട്ടുള്ള ഉച്ചാരണം ഡു ആണ്, ഡു. പക്ഷെ ഇതിനും ഒരു വീക്ക് ഫോം ഉണ്ട്. അവിടെ നമ്മൾ ദ എന്ന് മാത്രം പറഞ്ഞാൽ മതി. മനസ്സിലായോ? ദ. ഇപ്പോ എനിക്ക് ചോദിക്കേണ്ടത്, നിനക്ക് എന്ത് വേണം എന്നാണ്. അപ്പൊ അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയല്ലേ നമ്മൾ ചോദിക്കുക. ഇത് എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് നോക്കൂ. വാട്ട് ഡു യു വാണ്ട്? വാട്ട് ഡു യു വാണ്ട്? വാട്ട് ഡു യു വാണ്ട്? വാട്ട് ഡു യു വാണ്ട്? മനസ്സിലായോ? അവിടെ വാട്ട് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. അവിടുത്തെ മെയിൻ വേർബ് എന്ന് പറയുന്നത് വാണ്ട് ആണ്. പക്ഷെ ഈ ഡു ഇവിടെ ഒരു ഹെൽപ്പിംഗ് വേർബ് ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് ഞാൻ വാട്ട് ഡു യു വാണ്ട് എന്ന് പറയില്ല, വാട്ട് ഡു യു വാണ്ട്. ക്ലിയർ ആയോ? പക്ഷെ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. നിനക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കേണ്ടതെങ്കിൽ അത് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്, വാട്ട് ഡു യു വാണ്ട് ടു ഡു? വാട്ട് ഡു യു വാണ്ട് ടു ഡു? അവിടെ എന്താ നോക്കൂ, രണ്ട് ഡു വന്നില്ലേ. ആദ്യത്തെ ഡു ഉണ്ടല്ലോ, വാട്ട് ഡു യു, ആ ഡു എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് വേർബ് ആണ്. പക്ഷെ അവസാനം വന്ന ഡു അവിടുത്തെ മെയിൻ വേർബ് ആയതുകൊണ്ട് അത് നമ്മൾ ശരിയായ രീതിയിൽ ഉച്ചരിക്കണം. ആ സ്ട്രോങ് പ്രൊനൗൺസിയേഷൻ അവിടെ കൊണ്ടുവരണം. അതുകൊണ്ടാണ് രണ്ടാമത്തത് ഞാൻ ഡു എന്ന് തന്നെ പറഞ്ഞത്. ആദ്യത്തത് വാട്ട് ഡു യു വാണ്ട്? വാട്ട് ഡു യു വാണ്ട് ടു ഡു? ടു എങ്ങനെയാ പറഞ്ഞത് നോക്കട്ടോ, ടു ഡു. വാട്ട് ഡു യു വാണ്ട് ടു ഡു? ഒരു എക്സാമ്പിളൂടെ കാണിക്കാം. നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുവോ? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ഡു യു അല്ല, ഡു യു. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? സ്പീക്ക് ആണ് മെയിൻ വേർബ്, ഇംഗ്ലീഷ് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വാക്കാണ്. ഡു, ആദ്യത്തെ ഡു ഒരു ഹെൽപ്പിംഗ് വേർബ് ആണ്, അവിടെ ഡു മതി. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? അപ്പൊ അവിടെ നിങ്ങൾ ഉത്തരം പറയുന്നത് ഞാൻ സംസാരിക്കും എന്നുള്ളത് നമ്മളൊരു ഷോർട്ട് ആൻസർ ആയിട്ട് എങ്ങനെ പറയുന്ന അറിയാമോ? യെസ് ഐ ഡു. അവിടെ ഡു മാത്രമേ ഉള്ളൂ ആ ആൻസറിൽ, അല്ലെ? ആ ഹെൽപ്പിംഗ് വേർബ് മാത്രമാണ് പറഞ്ഞത്. അവിടെ നമ്മൾ യെസ് ഐ ഡു എന്ന് പറയില്ല, യെസ് ഐ ഡു. അത് വെച്ചാണ് ആ സെന്റൻസ് അവിടെ നിൽക്കുന്നത്. അപ്പൊ യെസ് ഐ ഡു എന്ന് അവിടെ പറയണം. ഇതേപോലെ തന്നെയാണ് പല മോഡൽ വേർബ്സും, അതിനും വീക്ക് ആൻഡ് സ്ട്രോങ് ഫോംസ് ഉണ്ട്. ഇപ്പൊ ഈ വാക്കുണ്ടല്ലോ, CAN, ഇതിന്റെ സ്ട്രോങ് ഫോം എന്ന് പറയുന്നത് can ആണ്. അപ്പൊ നിനക്ക് ഇപ്പോൾ പോകാം എന്ന് പറയാൻ പെർമിഷൻ ആണ്, എന്നാലും മേയ്ക്ക് പകരം നമ്മൾ ചിലപ്പോൾ can യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ എനിക്ക് പറയാവുന്നത് യു ക്യാൻ ലീവ് നൗ എന്നാണ്. ഞാൻ സ്ട്രോങ് ഫോം അല്ല യൂസ് ചെയ്തേ, അതിന്റെ വീക്ക് ഫോം ആണ്, അത് can ആണ്. യു ക്യാൻ ലീവ് നൗ. കാരണം ലീവ് ആണ് ഇവിടുത്തെ മെയിൻ വേർബ്, അല്ലെ? can എന്ന് പറയുന്നത്, can എന്ന് പറയുന്നത് ഇവിടെ ഒരു മോഡൽ വേർബ് ആയിട്ട്, ഹെൽപ്പിംഗ് വേർബ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് അവിടെ നമ്മൾ വീക്ക് ഫോം യൂസ് ചെയ്തു, യു ക്യാൻ ലീവ് നൗ. അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ നിങ്ങളുടെ പേന ഒന്ന് എടുത്തോട്ടെ, ഞാൻ അതൊന്ന് ബോറോ ചെയ്തോട്ടെ എന്ന് പെർമിഷൻ ചോദിക്കാൻ നമുക്ക് മേയ്ക്ക് പകരം ഇവിടെയും can യൂസ് ചെയ്യാം. അപ്പൊ അവിടെ എങ്ങനെ ചോദിക്കാം? Can I borrow your pen? Can I? Can I borrow your pen? Can I വേണ്ട, can I? Can I borrow your pen? അപ്പൊ അവിടെ can, ആ ഷോർട്ട് ഫോം ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്തത്. ഇതേപോലെ തന്നെ ഈ can എന്ന് പറയുന്നതിന് ഒരു പാസ്റ്റ് ഫോം ഉണ്ട്. ഇതാണ് പാസ്റ്റ് ഫോം. ഇതിനുമുണ്ട് സ്ട്രോങ് ആൻഡ് വീക്ക് ഫോംസ്. അപ്പൊ ഇതിന് നിങ്ങൾക്ക് ഇവിടെ സ്ട്രോങ് ആയിട്ട്
could എന്ന് പറയാം. അതിന്റെ വീക്ക് ഫോം could ആണ്. അപ്പൊ നിങ്ങൾക്ക് അയാളോട് സഹായം ആവശ്യപ്പെടാം എന്നുള്ള സെന്റൻസ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ you could ask him for help എന്ന് പറയും. you could ask him, you could ask him എന്ന് പറയണ്ട, you could ask him for help. മുൻപ് നമ്മൾ പഠിച്ചില്ലേ, for help വേണ്ട, for help. ഇതേപോലെ തന്നെയാണ് കേട്ടോ shall, should, will, would. ഇതിനെല്ലാം സ്ട്രോങ്ങും വീക്കുമായിട്ടുള്ള ഫോംസ് ഉണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊരു ലെസണിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു റൂൾ എങ്ങനെയാണെന്നുള്ളത് ഏകദേശം മനസ്സിലായല്ലോ. ഇനി അടുത്ത വാക്ക് നോക്കൂ. ഇത് നമ്മൾ സ്ട്രോങ് ആയ രീതിയിൽ ഉച്ചരിക്കുന്നത് യോർ എന്നാണ്. യോർ. ആ ആർ, അവസാനമുള്ള ആറ് നമ്മൾ കേൾക്കില്ല കേട്ടോ. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ അത് സൈലന്റ് ആയി നിൽക്കുകയുള്ളൂ. ഇതിന്റെ വീക്ക് ഫോം എന്ന് പറയുന്നത് യ ആണ്. യ. എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് ഞാനിവിടെ കാണിച്ചു തരാം. അത് നിങ്ങളുടെ തെറ്റല്ല എന്ന് പറയാൻ ഇങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക. ഇത് ഉച്ചരിക്കുന്നത് ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട് എന്നാണ്. ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട് എന്ന് അവിടെ പറയാനുള്ള സ്പേസ് ഇല്ല. ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട്, ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട്, ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട്. എന്താണ് നിങ്ങളുടെ പ്രശ്നം? വാട്ട്സ് യുവർ പ്രോബ്ലം? വാട്ട്സ് യുവർ പ്രോബ്ലം? വാട്ട്സ് യുവർ പ്രോബ്ലം? യോർ വേണ്ട, യ മതി. വാട്ട്സ് യുവർ പ്രോബ്ലം? അതേപോലെ ഈ വാക്ക് നോക്കൂ. വാക്കുകളെ അല്ലെങ്കിൽ സെന്റൻസസ് ഒക്കെ ജോയിൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണിത്. ഇതിന്റെ സ്ട്രോങ് ഫോം ആൻഡ് ആണ്. ആൻഡ്. പക്ഷെ ഇതിന്റെ വീക്ക് ഫോംസ് എന്ന് പറയുമ്പോൾ, വീക്ക് ഫോംസ് എന്ന് ഞാൻ പറഞ്ഞത് ഒന്നിലധികം ഉണ്ട്. ഒന്നില്ലെങ്കിൽ നമുക്ക് എൻഡ് എന്ന് പറയാം, എൻഡ്, അല്ലെങ്കിൽ എൻഡ്, അല്ലെങ്കിൽ എൻ എന്ന് മാത്രമായിരിക്കും നമ്മൾ പറയാ, എൻ എന്ന് മാത്രം. അതെങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ജോണും മേരിയും ഇവിടെ ഉണ്ട് എന്ന് പറയാൻ ജോൺ ആൻഡ് മേരി ആർ ഹിയർ. ജോൺ ആൻഡ് മേരി ആർ ഹിയർ. ആർ കണ്ടോ, അത് ആ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ജോൺ ആൻഡ് മേരി ആർ ഹിയർ. അപ്പൊ അവിടെ ജോൺ ആൻഡ് മേരി, ജോൺ ആൻഡ് ഇല്ല, ജോൺ ആൻഡ് മേരി. ഞാൻ ബ്രെഡും ബട്ടറും കഴിച്ചു എന്ന് പറയണമെങ്കിൽ ഐ ഹാഡ് ബ്രെഡ് ആൻഡ് ബട്ടർ. ബ്രെഡ് ആൻഡ് ബട്ടർ. ബ്രെഡ് ആൻഡും ഇല്ല, എൻഡും ഇല്ല, ബ്രെഡ് ആൻഡ് ബട്ടർ. എൻ മാത്രമേ വരുന്നുള്ളൂ. ഐ ഹാഡ് ബ്രെഡ് ആൻഡ് ബട്ടർ. അതുപോലെ ഫിഷ് ആൻഡ് ചിപ്സ് എന്ന് പറയില്ലേ, ഫിഷ് ആൻഡ് ചിപ്സ് അല്ല, ഫിഷ് ആൻഡ് ചിപ്സ്. അത് പറയാനുള്ള സ്പേസ് അതിനിടയ്ക്ക് ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആ വീക്ക് ഫോം യൂസ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള വേറൊരു വാക്കാണ് ഈ കാണുന്നത്. അതിന്റെ സ്ട്രോങ് ആയിട്ടുള്ള ഉച്ചാരണം ആസ് ആണ്. ആസ്. അപ്പോൾ ഇന്ന കാരണം കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു റീസണെ കുറിച്ച് പറയേണ്ടി വരുമ്പോഴാണ് നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ അതിന്റെ സ്ട്രോങ് രീതിയാണ് ആസ്. അതിന്റെ വീക്ക് ഫോം എന്ന് പറയുന്നത് എസ് ആണ്. എസ്. അപ്പൊ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. സുഖമില്ലാതിരുന്നത് കൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു എന്നാണ് എനിക്ക് പറയേണ്ടത്. ഐ സ്റ്റേഡ് ഹോം as I was sick. as I was sick. was അല്ലാന്ന് നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതും നമ്മൾ വീക്ക് ഫോം യൂസ് ചെയ്തു. ഇവിടെ ആസിന് പകരം as എന്ന് പറഞ്ഞു. I stayed home as I was sick. എന്നെ ഒരു ഫ്രണ്ടായി കാണൂ, എന്നെ ഒരു ഫ്രണ്ടായി കരുതൂ എന്ന് പറയണമെങ്കിൽ treat me as a friend. as അല്ല, as ആണ്. a അല്ല, a ആണ്. treat me as a friend. as a friend. അതുപോലെ തന്നെയാണ് ഈ വാക്കും ദാറ്റ്. അതിന്റെ സ്ട്രോങ് ഫോമാണ് ഞാനിപ്പോൾ പറഞ്ഞത്, ദാറ്റ് എന്ന്. പക്ഷെ ഈ വാക്കിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കും. ചിലപ്പോൾ നമ്മൾ ഇതിനൊരു ഡിറ്റർമിനർ ആയിട്ട് യൂസ് ചെയ്യും. എന്നുവെച്ചാല് ആ ബാഗ്, ആ കുട്ടി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ പറയുമ്പോൾ ഈ ദാറ്റ് എന്ന ആ ഒരു സ്ട്രോങ് ഫോം തന്നെ നമ്മൾ യൂസ് ചെയ്യണം. പക്ഷേ ചിലപ്പോൾ ഇതിനൊരു കൺജങ്ഷൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. എന്ന് വെച്ചാല് അവള് വരുമെന്ന് അവൾ എന്നോട് പറഞ്ഞു, അങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പൊ എന്ന് പറഞ്ഞു, ആ എന്ന് എന്നുള്ള അർത്ഥത്തിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ദാറ്റ് എന്നുള്ളതിന്റെ വീക്ക് ഫോം യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ അതിനെ ദറ്റ് എന്ന് മാത്രം പറഞ്ഞു നിർത്താം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. നീ വന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നാ എനിക്ക് പറയേണ്ടത്. അപ്പൊ അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം. എങ്ങനെ പ്രൊനൗൺസ് ചെയ്യത്? ഐ എം ഹാപ്പി ദറ്റ് യു കെയിം. ഐ എം ഹാപ്പി ദറ്റ് യു കെയിം. ഐ എം ഹാപ്പി ദാറ്റ് യു കെയിം വേണ്ട, ഐ എം ഹാപ്പി ദറ്റ് യു കെയിം. അവിടെ ആ ആം എന്നുള്ളത് നമ്മൾ ചുരുക്കിയത് കണ്ടോ, ഐ എം ഹാപ്പി ദറ്റ് യു കെയിം. ഇനി ഞാൻ നിങ്ങളോട് രണ്ടാമത്തെ ടെക്നീക്കാണ് ഷെയർ ചെയ്യുന്നത്, പ്രൊനൗൺസിയേഷൻ ബെറ്റർ ആക്കാനുള്ള രണ്ടാമത്തെ ടിപ്പ്. അത് പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ കുറെ വാക്കുകൾ ഇപ്പൊ ഇങ്ങനെ അതിന്റെ ഒരു വീക്ക് ഫോം കണ്ടില്ലേ? അപ്പോ എ എന്നുള്ളത് അതിന്റെ വീക്ക് ഫോം എ ആണ് അല്ലേ? അതുപോലെ ദി എന്നുള്ളത് നമ്മൾ ദ എന്ന് പറഞ്ഞു. അതേപോലെ ആൻഡ് എന്നുള്ളതിന് പകരം എൻഡ് എന്ന് പറഞ്ഞു. അവിടെ എല്ലാം നമ്മൾ ഉപയോഗിച്ച ഒരു സ്വരമുണ്ട്, എ. ആ
എന്നുള്ളതിന് ഒരു പേരുണ്ട് ഇംഗ്ലീഷിൽ, ആ സ്വരത്തിന് ശ്വ എന്നാണ് നമ്മൾ അതിന് പറയുക, ശ്വ. അപ്പൊ ഈ ശ്വ എന്ന് പറയുന്നത് ഒരു ലെറ്റർ അല്ല, നമുക്കത് എഴുതി കാണിക്കാൻ പറ്റില്ല. ഫൊണറ്റിക്സിൽ നമുക്കതിനെ ഇങ്ങനെ കാണിക്കാം, പക്ഷെ അതൊരു ലെറ്റർ ആയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നില്ല. പക്ഷെ ആ സ്വരം നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ. കാരണം ഈ രണ്ടാമത്തെ ടെക്നീക്ക് എന്ന് പറയുന്നത് ഈ ശ്വയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇംഗ്ലീഷിൽ ഒരുപാട് വാക്കുകൾ ഈ ശ്വ യൂസ് ചെയ്ത് വരുന്നതുണ്ട്. അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പഠിച്ചാൽ നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ ആ ഒരു പ്രൊനൗൺസിയേഷൻ ഒരുപാട് മെച്ചപ്പെടും. അപ്പൊ ശ്വ ശരിക്ക് യൂസ് ചെയ്യാൻ പഠിക്കുക, അതാണ് രണ്ടാമത്തെ ടിപ്പ്. നിങ്ങൾ ഈ സെന്റൻസ് നോക്കൂ, ഞാൻ പോവുകയായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് പറയും? ഐ വാസ് അബൌട്ട് ടു ലീവ്. ആ വാക്ക് കണ്ടോ, അബൌട്ട്. അവിടെ എ വെച്ചാണ് തുടങ്ങുന്നത്, പക്ഷെ എബൌട്ട് അല്ല, അബൌട്ട്. ആ ശ്വ അവിടെ വരണം. ഐ വാസ് അബൌട്ട് ടു ലീവ്. നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങളുണ്ടല്ലോ, ശരിയായ രീതിയിൽ എങ്ങനെയാണ് വീക്ക് ഫോംസ് യൂസ് ചെയ്യേണ്ടതെന്ന്, അതിവിടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഐ വാസ് എന്ന് പറഞ്ഞു, ടു ലീവ് എന്ന് പറഞ്ഞു, അതിന്റെ കൂടെ ഈ വാക്ക് തന്നെ നമ്മൾ ശരിയായിട്ട് പറയണം. ഐ വാസ് അബൌട്ട് ടു ലീവ്. അവിടെ നമ്മൾ ആ ശ്വ സൗണ്ട് കൊണ്ടുവരണം. നമ്മൾ എപ്പോഴും ഇംഗ്ലീഷിൽ പറയാറുള്ള ഒരു സെന്റൻസ് ആണിത്. ജോബ് ഇന്റർവ്യൂസിലെല്ലാം നമുക്കിത് യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. എങ്ങനെ ഇത് പറയാ? ടെൽ മീ അബൌട്ട് യോർ സെൽഫ്. ടെൽ മീ അബൌട്ട് യോർ സെൽഫ്. അബൌട്ട്, അബൌട്ട്, എബൌട്ട് അല്ല, അബൌട്ട്. ടെൽ മീ അബൌട്ട് യോർ സെൽഫ്. അങ്ങനെ ഈ ശ്വ സൗണ്ടിൽ തുടങ്ങുന്ന ഒരുപാട് വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട്. ദാ ഈ ഒരു സെന്റൻസ് നോക്കൂ, എങ്ങനെ പറയും? Can you say that again? Again. Can you say that again? അത് നമ്മൾ can എന്നുള്ളത് can എന്ന് പറയാൻ പഠിച്ചില്ലേ, അത് ഇവിടെ കൊണ്ടുവരണം. Can you say that again? ആദ്യം വന്ന ഉണ്ടല്ലോ, അതൊരു ശ്വ സൗണ്ട് ആണ്. Can you say that again? ഇനി ഈ സെന്റൻസിൽ അങ്ങനെയുള്ള വാക്കുകൾ ഉണ്ടോ എന്ന് നോക്കൂ. I avoid driving at night. I avoid driving at night. I avoid. Avoid. മനസ്സിലായോ? അപ്പൊ ആ വാക്കില് തുടങ്ങുന്നത് ശ്വ വെച്ചാണ്. അത് ശരിയായി കിട്ടിയാൽ നിങ്ങളുടെ ഇംഗ്ലീഷിലുള്ള ആ ഒരു ഉച്ചാരണം ഒരുപാട് ഇംപ്രൂവ് ചെയ്യും. അപ്പൊ നമ്മളിപ്പോ കണ്ടതുപോലെയുള്ള കുറച്ച് വാക്കുകൾ ഞാനിവിടെ കാണിക്കുക കേട്ടോ. എബ്രോഡ്. എബ്രോഡ് അല്ല, എബ്രോഡ്. അബൌട്ട്, അഗൈൻ, അവോയ്ഡ്. അവിടെ എല്ലാം കണ്ടോ, ആദ്യത്തെ ആ എന്ന് പറയുന്നിടത്ത് ഒട്ടും സ്ട്രെസ് ഇല്ലാതെ നമ്മൾ പറയുന്നത്. അവോയ്ഡ്. കഴിഞ്ഞിട്ടാണ് സ്ട്രെസ് കൊടുക്കേണ്ടത്. അവോയ്ഡ്. അതുപോലെ അഗൈൻ, അഗൈൻ. മനസ്സിലായോ? പക്ഷെ ഇത് കണ്ടിട്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ വെച്ച് തുടങ്ങുന്ന എല്ലാ വാക്കുകൾക്കും ഇങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അല്ലാത്ത വാക്കുകളും ഉണ്ട്. ഇപ്പൊ ഇത് നോക്കൂ, ആർട്ടിസ്റ്റ്. അവിടെ അല്ല, ആന്ന് തന്നെ വരണം. ആർട്ടിസ്റ്റ്. ആക്ടർ. ആക്ടർ. ആപ്പിൾ. അവിടെ അല്ലല്ലോ, ആപ്പിൾ. ഏബിൾ. കണ്ടോ? അപ്പൊ ഞാൻ ഇവിടെ രണ്ടാമത് കാണിച്ച ഈ വാക്കുകളിലെല്ലാം ആദ്യം വന്നിരിക്കുന്ന ആ അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ആ ഒരു ലെറ്റർ, ആ ഒരു സ്വരം, അതവിടെ സ്ട്രെസ്ഡ് ആണ് അല്ലെ? അതവിടെ ശരിക്കും നമ്മൾ ഉച്ചരിക്കുന്നുണ്ട്. ആർട്ടിസ്റ്റ്, ആക്ടർ, ആപ്പിൾ, ഏബിൾ എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ നമുക്ക് ഈ ശ്വ സൗണ്ട് ആദ്യം വരേണ്ട കാര്യമില്ല. അപ്പൊ ആ വാക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മൾ കുറച്ച് പറഞ്ഞ് അതിന്റെ ആ ഒരു പരിചയം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആദ്യത്തെ ആ ഒരു ഗ്രൂപ്പിൽ കാണുന്ന വാക്കുകളെല്ലാം ആദ്യം വന്നിരിക്കുന്ന എ ഒട്ടും സ്ട്രെസ്ഡ് അല്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ആ ഒരു ശ്വ സൗണ്ട് കൊണ്ടുവരുന്നത്. അപ്പൊ ഇതെങ്ങനെ പറയും? അയാൾ ഇന്ന് രാത്രി എത്തുകയാണ്. ഹി ഈസ് അറൈവിംഗ് ടുനൈറ്റ്. അവിടെ എവിടേക്കാണ് ശ്വ സൗണ്ട് വന്നതെന്ന് നോക്കൂ. അറൈവ്. അതുപോലെ അടുത്ത വാക്ക് നോക്കൂ, ടുനൈറ്റ്. ടുനൈറ്റ് വേണ്ട, ടുനൈറ്റ്. അതവിടെ ശ്വ സൗണ്ട് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ അറൈവില്, അതുപോലെ ടുനൈറ്റ്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ പല രീതിയിലാണ് നമ്മൾ ഈ ശ്വ സൗണ്ട് വരുന്ന തരം വാക്കുകൾ കാണുന്നത്. നീ ഇന്ന് ഫ്രീ ആണോ? ആർ യു ഫ്രീ ടുഡേ? ആർ യു, ആർ ഇല്ല, ആർ യു ഫ്രീ ടുഡേ? ടുഡേ വേണ്ട, ടുഡേ. ആർ യു ഫ്രീ ടുഡേ? ആർ യു ഫ്രീ ടുഡേ? അവിടെ ടുഡേ, അതും ഒരു ശ്വ സൗണ്ട് ആണ് വന്നത്. പിന്നെ ഈ ശ്വ സൗണ്ട് എന്ന് പറയുന്നത് പലപ്പോഴും വാക്കുകളുടെ അവസാനം വരാറുണ്ട്. ഈ സെന്റൻസ് നോക്കൂ, അവര് ഞങ്ങളുടെ ടീച്ചറാണ്. ഷീ ഇസ് അവർ ടീച്ചർ. ടീച്ചർ ഇല്ല,
ടീച്ചർ. അവസാനം എവിടെ പോയി ആ ടീച്ചർ എന്ന് പറയുന്ന വാക്കിന്റെ? അത് ശ്വാ സൗണ്ട് ആണ്. ഷീസ് അവർ ടീച്ചർ. കാരണം ആറ് നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ പ്രൊനൗൺസ് ചെയ്യുന്നില്ല. അപ്പൊ ആറ് സൈലന്റ് ആയി. ബാക്കിയുള്ളത് ഷീസ് ആ ടീച്ചർ എന്ന് പറഞ്ഞ് വിടുകയാണ്. ഷീസ് ആ ടീച്ചർ. അയാളൊരു ഡോക്ടറാണ്. ഹീസ് എ ഡോക്ടർ. ഹി ഇസ് എ ഡോക്ടർ. ആ എന്ന് പറഞ്ഞത് ശരിക്കും ശ്വാ സൗണ്ട് ആണ്. അതുപോലെ ഡോക്ടർ അതിന്റെ അവസാനം ഹീസ് എ ഡോക്ടർ. ഇങ്ങനെ ശ്വാ സൗണ്ടിൽ അവസാനിക്കുന്ന കുറെ വാക്കുകളാട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. ഫാദർ, ഫാദർ, സിസ്റ്റർ. ഇആറിലാണ് അതൊക്കെ അവസാനിച്ചത് അല്ലെ? അവസാനം ശ്വാ വന്നു. സിസ്റ്റർ. കളർ, നിറം എന്ന അർത്ഥത്തില് COLOUR, കളർ. അവിടെ OUR ആണ് അവസാനം വന്നത്, പക്ഷെ അവിടെയും ശ്വായാണ്. കളർ. സെന്റർ, അവിടെ TRE ആണ് വന്നത്, പക്ഷെ ശ്വാ വന്നിട്ടുണ്ട്. സെന്റർ. ഷർട്ടിന്റെ ഒക്കെ കോളർ, കോളർ. AR ആണ് വന്നത്, പക്ഷെ ഈ എന്നുള്ള സൗണ്ടാണ് വരുന്നത്. കോളർ. ആക്ടർ, നടൻ. ആക്ടർ, അവിടെ OR വന്നു. ആക്ടർ, അവസാനം ശ്വാ സൗണ്ട് വന്നു. പക്ഷെ ഈ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത തരം ചില വാക്കുകളും ഇംഗ്ലീഷിൽ നമ്മൾ കണ്ടേക്കാം. ഉദാഹരണത്തിന് മെന്റോർ. മെന്റർ അല്ല, മെന്റോർ എന്നാണ് ഇത് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. അതുപോലെ ഗിറ്റാർ. ഗിറ്റാർ അല്ലല്ലോ, ഗിറ്റാർ. അപ്പൊ അതിന്റെ അർത്ഥം ഇവിടെ അവസാനം OR അല്ലെങ്കിൽ AR ഒക്കെ വരുന്നുണ്ടെങ്കിലും അവിടെ നമ്മൾ ആ ഒരു ശ്വാ സൗണ്ട് കൊണ്ടുവരുന്നില്ല. അപ്പൊ ഇംഗ്ലീഷിൽ എല്ലായ്പ്പോഴും ഇങ്ങനെയാണ്. ഏത് റൂളിനും ഇതുപോലെയുള്ള എക്സെപ്ഷൻസ് ഉണ്ടാവും. അത് നമുക്ക് പരിചയം കൊണ്ട് മനസ്സിലാവും. ഇതെങ്ങനെയാണ് അപ്പൊ പറയുക? നമുക്ക് പിസ്സ ഓർഡർ ചെയ്യാം എന്നാണ് പറയേണ്ടത്. ലെറ്റ്സ് ഓർഡർ പിസ്സ. ലെറ്റ്സ് ഓർഡർ, ഓർഡർ അവിടെ ശ്വാ വന്നു. പിസ്സ. പിസ്സ അല്ല, പിസ്സ. പിന്നെ അവിടെ ഡബിൾ Z വരുന്നുണ്ടെങ്കിലും അവിടെ നമ്മൾ ആ Z ശബ്ദം കൊണ്ടുവരുന്നില്ല കേട്ടോ. പിസ്സ. ആ സ എന്നാണ് പറയുന്നത്. പിസ്സ. അതവിടെ ശ്വായാണ് വരുന്നത്. അപ്പൊ രണ്ട് വാക്കുകൾക്കും ഓർഡർ എന്നുള്ളതിന്റെ അവസാനം പിസ്സ എന്നുള്ളതിന്റെ അവസാനം ശ്വാ സൗണ്ടാണ് വരുന്നത്. ഇനി ഈ സെന്റൻസ് നോക്കൂ. എനിക്ക് എന്റെ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇംഗ്ലീഷിൽ എങ്ങനെ പറയുന്നത്? ഐ നീഡ് ടു അപ്ലൈ ഫോർ മൈ വിസ. ഐ നീഡ് ടു അപ്ലൈ ഫോർ മൈ വിസ. അപ്പൊ അവിടെ കണ്ടോ, അപ്ലൈ എന്ന് പറയുന്നിടത്ത് ആ ശ്വാ സൗണ്ട് വന്നിട്ടുണ്ട്. അപ്ലൈ. അതുപോലെ വീസ, അതിന്റെ അവസാനം ശ്വാ സൗണ്ട് ആണ്. വീസ അല്ല, വീസ. ഐ നീഡ് ടു അപ്ലൈ ഫോർ മൈ വീസ. അപ്പൊ ഇന്നത്തെ ലെസണിൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട രണ്ട് പ്രൊനൗൺസിയേഷൻ ടെക്നീക്സ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നിങ്ങൾ ഇന്ന് കണ്ട ഈ വാക്കുകളെല്ലാം ഒരുപാട് തവണ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യൂ. എന്നിട്ട് ഇതുപോലെയുള്ള വാക്കുകൾ വരുമ്പോൾ ശ്രദ്ധിച്ച് അത് പ്രൊനൗൺസ് ചെയ്യേണ്ടി വരുമ്പോൾ ഈ കാര്യങ്ങൾ ഓർത്ത് വെച്ചൊന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കൂ. പരിചയം കൊണ്ട് നിങ്ങൾക്കത് വളരെ ഈസി ആയിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇംഗ്ലീഷിൽ നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് എത്രമാത്രം കൂടിയിട്ടുണ്ടെന്ന്. കാരണം കോൺഫിഡൻസ് കൂടുന്നതിനനുസരിച്ച് ഫ്ലുവൻസി കൂടുന്നു, ഫ്ലുവൻസി കൂടുന്നതിനനുസരിച്ച് കോൺഫിഡൻസും കൂടുന്നു. ഇത് രണ്ടും കൂടാനുള്ള മാർഗം, ഒരു പ്രധാനപ്പെട്ട മാർഗം ഉച്ചാരണം ശരിയാക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറച്ച് സമയം എടുത്താണെങ്കിലും നിങ്ങളത് നന്നായിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യൂ. ഈ വീഡിയോ നന്നായിട്ട് യൂസ് ചെയ്യൂ. അപ്പൊ താമസിയാതെ നമുക്കിനി അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യൂ. അതുപോലെ ഇത് ഉപകാരപ്പെടുന്ന ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ഉണ്ടെങ്കിൽ അവർക്കിത് ഫോർവേഡ് ചെയ്ത് കൊടുക്കൂ കേട്ടോ, ഷെയർ ചെയ്ത് കൊടുക്കൂ. അപ്പൊ താമസിയാതെ തന്നെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.